ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു നിനവേ നോമ്പിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. അനുസരണക്കേട് ദൈവത്തിങ്കൽ നിന്നും നമ്മെ അകറ്റി നിർത്തുന്നതാണെന്നും എന്നാൽ മാനസാന്തരം നമ്മെ ദൈവിക രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുമെന്നും യോനായുടെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു. ഈ നിനവേ നോമ്പ് നമുക്ക് മാനസാന്തരത്തിൻ്റെ അനുഭവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം യോന പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം. എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്ത് എൻ്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കൽ എത്തി. യോന പ്രവാചകൻ ദൈവമുമ്പാകെ അനുസരണക്കേട് കാട്ടുകയും അതിൻ ഫലമായി ദൈവം യോനയെ ശിക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യോന ദൈവത്തോട് കാട്ടിയ അനുസരണക്കേടിൻ്റെ ഫലമായി മഹാമത്സ്യത്തെ കൊണ്ട് യോനായെ വിഴുങ്ങേണ്ടതിന് കൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നപ്പോൾ തനിക്കുണ്ടായ മാനസാന്തരത്തിൻ്റെ അനുഭവമാണ് യോനായുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ കാണുന്നത്. ഇതിൻ പ്രകാരം 2 ചിന്തകൾ പങ്കുവയ്ക്കുവാനായി ആഗ്രഹിക്കുന്നു. 1. ദൈവിക ശിക്ഷണത്തിൽ നിന്നും ലഭിക്കുന്ന അനുതാപവും പ്രാർത്ഥനയും. ദൈവിക ശിക്ഷണത്തിൽ നിന്നും ലഭിക്കുന്ന അനുതാപവും പ്രാർത്ഥനയും. ദൈവം മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയത് യോനയെ നശിപ്പിപ്പാനല്ല, മറിച്ച് അവൻ്റെ അനുസരണക്കേടിനെയും ദൈവത്തോടുള്ള അകൽച്ചയെയും അവന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവമാകുന്ന പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും എപ്പോഴൊക്കെയോ നാം ദൈവത്തിൽ നിന്നും വിട്ടുനിന്നപ്പോൾ, നമ്മുടെ പ്രാർത്ഥന കുറഞ്ഞപ്പോഴൊക്കെ ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുത്തു നിൽക്കുവാനായി ദൈവം നമ്മെ വിളിച്ചു ചേർക്കുന്നതാണെന്ന തിരിച്ചറിവ് നമുക്ക് സാധ്യമാകണം. അനുതാപവും പ്രാർത്ഥനയും ദൈവത്തിലേക്കുള്ള വഴിയെ വിശാലമാക്കി നൽകുന്നു എന്ന് ഈ വേദഭാഗത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നു. 2. മാനസാന്തരത്തിൽ കൂടെ ലഭ്യമാകുന്ന ദൈവിക രക്ഷ. തൻ്റെ തെറ്റിനെ മനസ്സിലാക്കുന്ന യോന പ്രവാചകനെ 7-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. യോനായ്ക്കുണ്ടായ മാനസാന്തരം ദൈവത്തിലേക്ക് എത്തുന്ന പ്രാർത്ഥനയായി ഈ വേദഭാഗത്തിൽ കാണുന്നു. തൽഫലമായി മഹാമത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുന്ന യോനായെ നമുക്ക് കാണുവാനുമായി സാധിക്കുന്നു. മാനസാന്തരം എന്ന അനുഭവം നമ്മെ ദൈവകൃപ അനുഭവിക്കുന്നതിനും ദൈവിക രക്ഷയ്ക്കായി നമ്മെ പ്രാപ്തരാക്കുന്നതിനും ഒരുക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം മാനസാന്തരമുണ്ടാകും? വിശുദ്ധ കുമ്പസാര ശുശ്രൂഷയിലൂടെ നമുക്ക് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ പങ്കാളികളാകാം. വിശുദ്ധ കുമ്പസാരത്തിലൂടെ വിശുദ്ധ കുർബാന എന്ന ദൈവിക രക്ഷയെ കൈവശമാക്കുവാൻ ഈ നിനവേ നോമ്പുകൊണ്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്നെ അറിയുന്നതിനും നിന്നിലേക്ക് കൂടുതൽ അടുക്കുന്നതിനും ഞങ്ങളെ ഒരുക്കണമേ. ദൈവമേ, നിന്നിൽ നിന്നും അകന്നുപോയ തെറ്റിനെയും അനുസരണക്കേടിനെയും ക്ഷമിക്കണമേ. നിന്റെ രക്ഷയുടെ പങ്കുകാരാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.